പ്രിയ സഹോദരരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെഹത്യാവിനെ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടായിരുന്നു. നിങ്ങളതൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ കേൾക്കുക. അതിനു മുമ്പ് ഞാൻ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു ഒരു ക്ലാസ് ഇട്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെഹത്യാവിൻ്റെ ഒരു അത്ഭുതം നമ്മൾ കണ്ടു. എന്തായിരുന്നത്? ഒരു സഹോദരനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ നീതി പഠിപ്പിക്കുന്ന, ലോകത്തോട് സത്യം വിളിച്ചു പറയുന്ന, ലോകത്തെ സമാധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ലോകത്തെ പഠിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അമേരിക്കയിലുണ്ടായിരുന്ന അവരുടെ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഹത്യാവ് പഠിപ്പിച്ചത് എന്തായിരുന്നു? നമ്മളെ ലോകം കേട്ടതാണ്. എന്താണ്? നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ദുഷ്ടത പ്രവർത്തിക്കുന്ന അനീതിയെക്കുറിച്ച്. സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു അദ്ദേഹം പ്രഘോഷിച്ചത്. അത് നമ്മൾ കേട്ടതാണ്, ലോകം കണ്ടതാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ബെഞ്ചമിൻ നെഹത്യാവിൻ്റെ ചില കാര്യങ്ങൾ ലോകം കണ്ടതും കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതും അറിയട്ടെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴീ ചെറിയ ക്ലാസ് ഇടുന്നത്. ഞാനിതിൻ്റെ ബാക്കി ക്ലാസ് ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. എന്താണ് ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ലോകത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ വിശദമായ ക്ലാസ്സുകൾ പുറകെ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ വിശുദ്ധിയും ജ്ഞാനവും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.